കൃഷ്ണ. പൊയ്ക്കോളൂ. നിനക്ക് തന്ന വാക്ക് ഞാൻ തെറ്റിക്കില്ല. ഞാനും. അരേ ബേട്ടാ, വെരി ബ്യൂട്ടിഫുൾ. ഞാൻ കണ്ടു. അവൾ എന്താണ് അതിന്റെ കൈ പിടിച്ച് പറഞ്ഞത്? ടെൽ മി മൈസൺ. അവൾ നിന്നോട് പറഞ്ഞത് അമ്മയും കൂടെ ഒന്ന് അറിയട്ടെ. പറയണ കണ്ണ. എന്റെ അമ്മേ, ഇതെല്ലാം കൂടി ഒരുമിച്ച് ചോദിച്ചാൽ എങ്ങനെയാ? ഓരോന്നായിട്ട് സാവധാനം പറയാം. ഇപ്പൊ നമുക്ക് പോവാം. വാ. മോളെ, മോളെ, ഞാൻ നിന്റെ അമ്മയല്ലേ? നിന്റെ നല്ലതിനു വേണ്ടി മാത്രമേ ഞാൻ എന്തെങ്കിലും ചെയ്യൂ. അതുകൊണ്ട് മോൾ അമ്മയോട് സത്യം പറയണം. അവള് മോളെ എന്താ ചെയ്തേ? എന്റെ അമ്മ എന്നെ ആരും ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചു തന്നെയാ. തോന്നിയ ദിവസം പറഞ്ഞാലുണ്ടല്ലോ, ആശുപത്രിയിൽ നിന്ന് വന്നതാണെന്നൊന്നും ഞാൻ നോക്കില്ല. അടിച്ചു ശരിയാക്കും. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അവള് പിന്നെ ചേച്ചിയെ സംരക്ഷിക്കാൻ നോക്കുക. എനിക്കറിയാം അവളാ നിന്നെ ദ്രോഹിച്ചെന്ന്. അമ്മ വെറുതെ ചേച്ചിയെ കുറ്റപ്പെടുത്തണ്ട. ഇതിൽ ആർക്കും ഒരു പങ്കുമില്ല. എനിക്ക് ജീവിച്ചു മതിയായെന്ന് തോന്നി. ഞാൻ ചാകാൻ നോക്കി, അത്രേ ഉള്ളൂ. പ്രിയേ, എന്തിനാ പ്രിയ നീ ഇങ്ങനെ ബഹളം വെക്കുന്നേ? അമ്മ എന്തിനാ എപ്പോഴും ചേച്ചി ഇങ്ങനെ കുറ്റപ്പെടുത്താൻ നിൽക്കുന്നേ? ചേച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. മമ്മി, ഇപ്പൊ പ്രിയമോളോടൊന്നും ചോദിക്കരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ? എന്നാ പിന്നെ നീ പറയടി, ഇവളെന്തിനാ ചാവാൻ നോക്കിയത്? എന്താടി മറുപടി ഇല്ലേ? നീയാണല്ലോ ഇവളുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരി. അപ്പൊ സത്യം എന്താണെന്ന് നിനക്കറിയാതെ വരില്ലല്ലോ. പറയടി, എന്തിനാ എന്റെ മോൾ ആത്മഹത്യ ചെയ്യാൻ നോക്കിയത്? ആശാലതേ, നീ വെറുതെ ഒച്ചയെടുത്ത് അയൽക്കാരെ അറിയിക്കണ്ട. നമ്മുടെ മക്കള് നമ്മളെക്കാൾ ഒരുപാട് വളർന്നു. അവർക്കിപ്പോ നമ്മളോട് പോലും പറയാൻ പറ്റാത്ത രഹസ്യങ്ങളായി. അവരുടെ ജീവിതം അവരുടെ സ്വകാര്യത മാത്രമായിട്ട് മാറി. അച്ഛനും അമ്മയ്ക്കും ഒന്നും അതിലൊരു അവകാശമില്ല. അച്ഛാ, ആരോടൊന്നും മറച്ചു വെച്ചതല്ല. പക്ഷേ ഇപ്പൊ ഇവളെ കുത്തി നോവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിന്റെ കൂട്ടുകൂടിയാ എന്റെ കുഞ്ഞ് ഇത്രയും നശിച്ചത്. ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എനിക്ക് കുറച്ച് സമാധാനം താ. ആശാലതേ, നീ വാ. വരാൻ. ചേച്ചി, ഞാൻ അവരോട് സത്യം പറയാം. അവിനാശ് എന്നെ ചതിക്കില്ല, എനിക്കറിയാം. ഡിവോഴ്സ് കഴിഞ്ഞാലുടനെ ഞങ്ങളുടെ വിവാഹം നടക്കും. ചേച്ചി കരുതുന്ന പോലെ അവിനാശ് ഒരു ദുഷ്ടനൊന്നുമല്ല. മതി. ഞാനിനി എത്ര പറഞ്ഞാലും നിന്റെ തലയിൽ കയറില്ല. നീ ഇപ്പോഴും അവനെ വിശ്വസിച്ചോണ്ടിരിക്കുവാ. ഇപ്പൊ ഇക്കാര്യം തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കാന്ന് അറിയോ നിനക്ക്? അച്ഛനെ മമ്മിയെ കൊന്നിട്ട് വേണോ നിനക്ക് അവന്റെ കൂടെ പോയി ജീവിക്കാൻ? എനിക്കറിയില്ല ചേച്ചി. എനിക്കവനെ മറക്കാൻ പറ്റില്ല.
ഗുഡ് മോർണിംഗ് ഓൾ. എന്താ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയില്ലേ? എന്തുപറ്റി 3 പേരും ഇങ്ങനെ പരസ്പരം നോക്കുന്നത്? ബ്രേക്ക്ഫാസ്റ്റ് എടുക്ക്. അല്ല, DK സാധാരണ റെസ്റ്റോറന്റിൽ നിന്നല്ലേ ഭക്ഷണം കഴിക്കുന്നത്? അതെ, പക്ഷേ ഇന്ന് ആ പതിവൊന്ന് തെറ്റിക്കാന്ന് വെച്ചു. ഞാനേ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത്, പക്ഷെ ടേസ്റ്റ് നോക്കിയില്ല. അതിനെന്താ, ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. വിളമ്പിക്കോളൂ. മൈജി ദാ. അല്ല, നിങ്ങളൂടെ ഇരിക്കും, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ഇതെന്തൊക്കെയാ കേൾക്കുന്നത്? ഇത് DK തന്നെയാണോ? DK കഴിച്ചോ, ഞങ്ങൾ പിന്നെ ഇരുന്നോളാം. താര ആദ്യമായിട്ടാണോ ദോശയും കറിയും ഉണ്ടാക്കുന്നത്? അതെ. എന്തേ, ടേസ്റ്റ് കൊള്ളില്ലേ? വെരി ടേസ്റ്റി. ചേരുവകളെല്ലാം പാകം, നന്നായിട്ടുണ്ട്. നാളെ വേറൊരു ഡിഷ് ഉണ്ടാക്കി നോക്കണം. കഴിച്ചിട്ട് DK കുറ്റം പറയുമെന്ന പേടിയിലായിരുന്നു താര. എന്തിന്? നല്ലത് ചെയ്താൽ അഭിനന്ദിക്കല്ലേ വേണ്ടത്. ഇടയ്ക്ക് വല്ലപ്പോഴും നമ്മുടെ റെസ്റ്റോറൻറ്റിലും ചില പരീക്ഷണങ്ങൾ നടത്താവുന്നതാണ്. ആ, പിന്നൊരു കാര്യം, ഇന്ന് വൈകുന്നേരം എല്ലാവരും ഒന്ന് റെഡിയായിരിക്കണം. നമുക്കൊന്ന് പുറത്തു പോകണം. എന്തിനാ DK? ഷോപ്പിങ്ങിന്. കുറച്ച് സ്വർണം വാങ്ങണം. പിന്നെ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട സാരികളും സെലക്ട് ചെയ്യാം. എന്താ, റെഡിയല്ലേ? ഞങ്ങൾ എപ്പോഴാ റെഡി? അല്ല DK, ഇപ്പം ഞങ്ങൾക്ക് എന്തിനാ സ്വർണവും ഡ്രസ്സും ഒക്കെ വാങ്ങുന്നത്? എനിക്കറിയാം നിങ്ങൾക്കിതൊരു അത്ഭുതമായിരിക്കുമെന്ന്. ആ, നിങ്ങൾക്ക് 3 പേർക്കും സന്തോഷമുള്ളൊരു വിശേഷം ഈ വീട്ടിൽ സംഭവിക്കാൻ പോവാ. എൻ്റെ അമ്മയുടെ ആഗ്രഹം അനുസരിച്ച് ഈ വീട്ടിൽ പുതിയൊരു മരുമകൾ വരാൻ പോകുന്നു. നിങ്ങൾക്ക് ചെറുപ്പക്കാരിയായ ഒരു അമ്മായിയമ്മയെ സമ്മാനിക്കാൻ തീരുമാനിച്ചു ഞാൻ. ആ ചടങ്ങിന് വേണ്ടിയാ ഈ ആഭരണങ്ങളും വസ്ത്രങ്ങളും ഒക്കെ ഷോപ്പ് ചെയ്യുന്നത്. എന്താ, സന്തോഷായില്ലേ? അപ്പൊ ശരി, പറഞ്ഞ പോലെ. DK മുഴുവൻ കഴിച്ചില്ല. മതി. തരാ. താങ്ക്സ് ഫോർ ദ ബ്രേക്ക്ഫാസ്റ്റ്. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല മായേച്ചി. DK ഇത്ര സന്തോഷിച്ച് അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. പതിവില്ലാത്ത പോലെ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, അതിനെ പുകഴ്ത്തുന്നു, ഷോപ്പിങ്ങിന് പോകാൻ വിളിക്കുന്നു. DK ആകെ മാറിപ്പോയി. എന്നാലും ആരായിരിക്കും ആ പെൺകുട്ടി?
പ്രിയ, എന്താ ഇതൊക്കെ? എന്റെ സ്നേഹം ഇതോ? നിനക്കെന്താ ഭ്രാന്താണോ പെണ്ണെ? ഇതൊക്കെ നിന്റെ വിവരക്കേടുകളാ. ഒരു ചതിയനെ നീ വിശ്വസിച്ചതിന്റെ ബാക്കി പത്രം വലിച്ചു കയറി ദൂരെ എറിയ അവന്റെ ഈ ഓർമ്മപ്പെടുത്തലുകള്. ചേച്ചിക്ക് എന്റെ സ്നേഹം മനസ്സിലാവില്ല, അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്. യഥാർത്ഥ സ്നേഹം എനിക്ക് മനസ്സിലാവും, പക്ഷെ നിന്റെ ഈ ഭ്രാന്ത് അതെനിക്ക് മനസ്സിലാവില്ല. ദേ, അമ്മ എങ്ങാനും വന്നിതൊക്കെ കണ്ട പിന്നത്തെ കാര്യം പറയണ്ടല്ലോ. കാണട്ടെ, എല്ലാരും കാണട്ടെ. എനിക്ക് ഈ ഒളിച്ചുകളി മതിയായി. എന്നാ പിന്നെ എല്ലാം തുറന്നു പറയടി. അത് കേട്ടിട്ട് അച്ഛനും മമ്മിയും നെഞ്ചുപൊട്ടി ചാവട്ടെ. അവരുടെ ശവത്തിന്റെ മുകളിൽ ചവിട്ടി നിനക്ക് അവന്റെ കൂടെ ഇറങ്ങി പോവാലോ. എന്താടി വേണോ? പോയി പറയാ. അവരുടെ കണ്ണീര് വീഴ്ത്തിട്ട് വേണം നിനക്ക് പ്രേമിക്കാൻ. പ്രിയമോളെ, സ്വന്തം ജീവിതം എറിഞ്ഞുടച്ച് തീയിലേക്ക് ഇടരുത്. ആഗ്രഹിച്ചത് കിട്ടാൻ ആണുങ്ങൾ എന്തും പറയും, പ്രവർത്തിക്കും. ഈയാൻ പാറ്റെ പോലെ നിന്നെ പോലുള്ള മരമണ്ടികൾ അവന്റെയൊക്കെ പ്രേമത്തിന്റെ ചതിയിൽ എരിഞ്ഞു തീരത്തേ ഉള്ളൂ. അതിന് നിന്നെ ഞങ്ങൾ വിട്ടുകൊടുക്കണോ? ഇതിങ്ങനെ എടുത്തു നോക്കുമ്പോഴല്ലേ നീ സങ്കടപ്പെടുന്നതും അവനെ ഓർക്കുന്നതും. ഇത് ഇനി ഇവിടെ വേണ്ട. ചേച്ചി, എനിക്ക് വേണം. നീ മാറ്. ചേച്ചി, നശിപ്പിക്കില്ല. ഈ ഓർമ്മയിൽ എന്റെ കൂടെ ഇരുന്നോട്ടെ. മിണ്ടിപ്പോരുത് നീ. ചേച്ചി, മാറ് പ്രിയ. ഒന്നും തന്നുണ്ടല്ലോ. ചേച്ചി. കരയല്ലേ പ്രിയ? എന്താടി ഇത്? എന്താ ഈ കത്തിക്കുന്നതെന്ന്? അത് കുറച്ച് വേസ്റ്റ് പേപ്പേഴ്സ് കത്തിച്ചതാ മമ്മി. മമ്മി, എന്താടി ഇത്? പറയടി. നീ പുറത്തു പോകുന്നത് പ്രേമിക്കാനാണല്ലേ? കൊന്നുകളയും നിന്നെ ഞാൻ. ആശാലതേ, എന്തിനാ അവളെ ഇങ്ങനെ തല്ലുന്നത്? എന്തിനാന്നോ? പൊന്നുമോൾ എന്താ ചെയ്തതെന്ന് ചോദിക്കും. കുട്ടിക്കാലം മുതൽ ഇവള് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും പോട്ടെ പോട്ടെ എന്ന് പറഞ്ഞ് ക്ഷമിച്ചു. അതപ്പോ അവൾക്ക് എന്തും കാണിക്കാനുള്ള ലൈസൻസ് ആയി. ഇപ്പൊ കുടുംബത്തിന്റെ അഭിമാനം നശിപ്പിക്കാൻ നോക്കിയാ അതും കൂടി ഞാൻ സഹിക്കണോ? മമ്മി മിണ്ടരുത്. നീ മാത്രമല്ല ഈ വീട്ടിലെ പെൺകുട്ടി. എന്റെ മോളുടെ ഭാവിയും കൂടി എനിക്ക് നോക്കണം. മമ്മി, നീ ഉണ്ടാക്കുന്ന പേരുദോഷം ബാധിക്കുന്നതേ എന്റെ കുഞ്ഞിന്റെ ഭാവിയാ. ദാ നോക്ക് മോളുടെ പ്രേമം.
അതിന്റെ തെളിവുകളായി ഈ കാണുന്നതൊക്കെ. എന്റെ മോളത് കണ്ടുപിടിച്ചപ്പോ ഇവളത് കത്തിക്കാൻ നോക്കി. ഞാനത് കൈയോടെ പിടികൂടി. ഇവളെ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? കൊല്ലണ്ട ഇവളെ. മതി, നിർത്ത്. ജ്യോതിമോൾ ഇത്തരത്തിലൊരു തെറ്റ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ കുടുംബത്തിന് മാനക്കേടുണ്ടാക്കുന്ന ഒരു കാര്യവും എന്റെ മോൾ ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പാ. അല്ലച്ചാ, ഇതെല്ലാം എന്റേത് തന്നെയാ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇവള് തന്നെ സമ്മതിച്ചപ്പോ നിങ്ങക്ക് സമാധാനമായല്ലോ. ഡീ, ഇനി ഇവിടുന്ന് പുറത്തിറങ്ങിയാൽ നിന്റെ കാല് ഞാൻ തല്ലുപിടിക്കും. ആശാലതേ, നീ മാത്രം വാദിക്കുകയും വിധി പറയുകയും ചെയ്യുന്നത് ശരിയല്ല. അവള് തെറ്റ് സമ്മതിച്ചു, ശരി തന്നെ. പക്ഷെ ഞാനത് വിശ്വസിക്കില്ല. വിശ്വസിക്കണ്ട. പക്ഷേ ഇതിനകത്ത് നിങ്ങൾ ഇടപെടണ്ട. വേണ്ടത് ഞാൻ ചെയ്തോളാം. ഇവളെ മെരുക്കിയെടുക്കാനുള്ള ചട്ടങ്ങളൊക്കെ എനിക്കറിയാം. ചേച്ചി, സോറി ചേച്ചി. സാരമില്ല. നീയാണ് ഈ തെറ്റ് ചെയ്തെന്നറിഞ്ഞ അമ്മയ്ക്ക് അതൊട്ടും താങ്ങാനാവില്ല. നിന്നെ മമ്മിക്ക് അത്രയ്ക്ക് വിശ്വാസം. അത് തെറ്റിച്ച പിന്നെ എനിക്കെന്നും അമ്മയുടെ കണ്ണീര് കാണേണ്ടി വരും. അതുകൊണ്ട് എല്ലാം ഞാൻ ഏറ്റോളാം. ചേച്ചി, അവന്റെ നിഴല് പോലും ഇനി നിന്റെ മേൽ വീഴാൻ ഞാൻ സമ്മതിക്കില്ല. ഏത് പെണ്ണ്? ബാലു അത് പറഞ്ഞില്ലേ? ആളിനെ ബാലു ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടത്ര. എവിടെ വെച്ച്? റെസ്റ്റോറന്റ് വെച്ച് തന്നെ. ഇടയ്ക്കിടയ്ക്ക് ഏതോ ഒരു പെണ്ണ് DK കാണാൻ വരുന്ന കാര്യം നേരത്തെ ബാലു എന്നോട് പറഞ്ഞിട്ടുണ്ട്. അന്ന് ബാലു അതത്ര കാര്യമാക്കിയില്ല. ഇപ്പോഴാ ബാലുവിന് സംശയം തോന്നിയത്. ബാലു അവളോട് സംസാരിച്ചില്ലേ? ഇല്ല. പക്ഷേ ഓഫീസ് റൂമിൽ ഇരുന്ന് അവര് സംസാരിച്ചതൊക്കെ ബാലു ഒളിച്ചു നിന്ന് കണ്ടു. എല്ലാം കേൾക്കുകയും ചെയ്തു. വളരെ അടുത്ത ബന്ധമുള്ളവരെ പോലെ അവര് സംസാരിച്ചെന്നാ ബാലു പറഞ്ഞത്. എങ്കി പിന്നെ ഒട്ടും സംശയിക്കണ്ട. രാവിലെ DK പറഞ്ഞ പെണ്ണ് അവള് തന്നെയായിരിക്കും. അയ്യോ, അപ്പൊ എന്റെ സിത്താരയുടെ കാര്യം നടക്കത്തില്ലേ? DKയുടെ ഭാര്യയായിട്ട് വരുന്നത് അവളായിരുന്നെങ്കിൽ നമുക്ക് എത്ര നല്ലതായിരുന്നു. നിന്റെ മനസ്സിലെ ആഗ്രഹം ഇനി നടക്കില്ല താരെ. അവര് തമ്മിൽ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. അതാ DK അത്ര ഉറപ്പിച്ചു പറഞ്ഞത്. പതിവില്ലാതെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നതും അവിടെ ഇരുന്ന് എന്നെ പുകഴ്ത്തിയതൊക്കെ കേട്ടപ്പോഴേ തോന്നിയതാ ഇതിലെന്തോ അപകടം ഉണ്ടെന്ന്. ഇനിയിപ്പൊ എന്ത് ചെയ്യും ചേച്ചി? DK പറഞ്ഞതുപോലെ നമ്മുടെ ഭാവി അമ്മായിയമ്മയ്ക്ക് ഓർണമെന്റ്സും ഡ്രസ്സും ഒക്കെ പോയി സെലക്ട് ചെയ്യണം. എന്തായാലും ആ ബേക്കറിക്കാരിയുടെ മുന്നിൽ തലകുനിച്ച് ജീവിക്കേണ്ടി വരില്ലല്ലോ. അത് തന്നെ ഭാഗ്യം. പക്ഷേ DK എന്തിനാ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ കാര്യം നമ്മളോട് മറച്ചു വെക്കുന്നേ? നമ്മൾ അറിഞ്ഞാലെന്താ, പോയി കല്യാണം മുടക്കുവോ? എന്തോ ഒരു രഹസ്യം ഇതിന് പിന്നിലുണ്ട് മായേച്ചി. വീട്ടിലുള്ള പെണ്ണുങ്ങൾ പോയി ആദ്യം പെണ്ണിനൊന്ന് കാണുകയെങ്കിലും ചെയ്യണ്ടേ? അതല്ലേ ചടങ്ങ്. അതിനുള്ള അവസരം പോലും DK തരുന്നില്ല. അതിന്റെ കാരണമാ അറിയേണ്ടത്. അതിനി അറിയാൻ എന്തിരിക്കുന്നു? നമ്മൾ അന്വേഷിച്ചതും കണ്ടെത്തിയതുമെല്ലാം നാണക്കേടിലല്ലേ അവസാനിച്ചത്. അതുകൊണ്ട് DK ആ ജോലി സ്വയം ഏറ്റെടുത്തു, പെണ്ണിനെ കണ്ടുപിടിച്ചു. സിമ്പിൾ. ഇതത്ര സിമ്പിളാന്ന് എനിക്ക് തോന്നുന്നില്ല മായജി. DK നമ്മളെ കാണിച്ചില്ലെങ്കിലും നമ്മൾ എങ്ങനെയെങ്കിലും അവളെ കണ്ടെത്തണം. അത് കണ്ടുപിടിക്കാൻ ഒരാൾക്കേ സാധിക്കൂ. ആർക്ക്? ബാലു. റെസ്റ്റോറന്റിൽ എല്ലായിടത്തും CCTV ഉള്ളതല്ലേ.
അത് പരിശോധിച്ചാൽ അറിയാം അവൾ ആരാണെന്ന്. മായച്ചിയുടെ ഒരു ബുദ്ധി. ശരിക്കും മായച്ചി പോലീസിലെ ചേരേണ്ടതായിരുന്നു. CBI വരെ കയറാൻ പറ്റിയനെ. ചിത്രേ, നീ വേഗം ബാലുവിനെ വിളിച്ചു പറ, അതൊന്ന് ചെക്ക് ചെയ്ത് അവൾ ആരാണെന്ന് നോക്കാൻ.